ഹാപ്പി ന്യൂ ഇയർ. ഇങ്ങനെ കഴിഞ്ഞ 1-2 വർഷമൊക്കെ പറഞ്ഞിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. ഈ വർഷം പറഞ്ഞുകൊണ്ട് വലിയ ഗുണം ഉണ്ടാകുന്ന ഉറപ്പുമില്ല. അങ്ങനെ വല്ല ഉറപ്പുണ്ടാവണമെങ്കിൽ കഴിഞ്ഞ വർഷം ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യണം. ഇതുവരെ ഇല്ലാത്ത എന്തെങ്കിലും നേടണമെങ്കിൽ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യണം. നിലവിൽ ചെയ്യുന്നതിന്റെ തുടരുകയും അതിനകത്ത് വ്യത്യസ്തമായ റിസൾട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരൊക്കെയാണ്. 2023-ലും 2022-ലും 2021-ലും ഒക്കെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് എന്താണ് പുതിയ വർഷം ഹാപ്പി ഇല്ലാതെ പോയെന്ന് ചോദിച്ചാൽ ഹാപ്പി ന്യൂ ഇയർ പറയാൻ മാത്രമേ ചെയ്യുള്ളൂ. ചെയ്ത പണി കഴിഞ്ഞ വർഷം ചെയ്തു തന്നെയാണ്. ഈ 2024 ചെയ്ത പണി തന്നെ തുടരുകയും 2023 ഒരു എക്സ്ട്രാ ഹാപ്പി ഉണ്ടായിട്ട് ചെയ്യുന്ന വലിയ വിവരക്കേടാണ്. അങ്ങനെ സംഭവിക്കില്ല. 2021 ഒരു ഹാപ്പിനെസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 2024 ചെയ്യാത്ത എന്തോ ഒന്ന് ചെയ്യണം. അത് 2023 ഹാപ്പി ഉണ്ടാക്കി തോന്നും. ലോകം മുഴുവൻ തീരുമാനമെടുക്കുന്ന ദിവസമാണെന്ന്. ഇന്നാണ് സകലമാന മദ്യപാനികളും വെള്ളടി നിർത്താൻ പോകുന്നത്. ഇന്ന് രാത്രി ബോധമുണ്ടാവണം, ഒരു ചാൻസും ഇല്ല. കാരണം ലാസ്റ്റ് അടിയല്ലേ, ലാസ്റ്റ് വഴിയല്ലേ. അങ്ങനെ സകലമാന ആളുകളും വെള്ളടി നിർത്തുന്ന, പുകവലി നിർത്തുന്ന ലാസ്റ്റ് ദിവസമാണെന്ന്. ലോകം മുഴുവൻ വിൽക്കുന്ന മദ്യത്തിന്റെയും സിഗരറ്റിന്റെയും ഏറ്റവും കുറഞ്ഞ ചെലവ് നടക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. അതായത് ഡിസംബർ 31-ന് സകലമാന കുടിയന്മാരെ കുടിനിർത്തി, വലിക്കുന്നവർ വലി നിർത്തി. അതുകൊണ്ട് ജനുവരിയിലും ഫെബ്രുവരിയിലും കച്ചവടം കുറവാണ്. പക്ഷേ മാർച്ച് ആയി കഴിഞ്ഞാൽ കച്ചവടം വീണ്ടും കുത്തര കൂടി, നിർത്തിയവരൊക്കെ പിന്നെ തുടങ്ങി. അങ്ങനെ 500 തവണ നിർത്തിയാണ് എനിക്ക് ചോദിച്ചത്. അതങ്ങനെ നിർത്താറുണ്ട്, വീണ്ടും തുടരാറുണ്ട്. എന്തുകൊണ്ട് ആളുകൾക്ക് ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല? ഇന്നത്തോളം മദ്യപാനം നിർത്തി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അതിനകത്ത് ഉറച്ചു നിൽക്കുന്നില്ല? ലോകം മുഴുവൻ 2 മാസം കഴിയുമ്പോഴേക്കും കുടികളാണല്ലോ പറയണത്. ഇത് പഠനങ്ങളാണല്ലോ പറയുന്നത്, വെറുതെ പറയുന്നതല്ലോ. എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഒരു ഉറച്ച തീരുമാനം നിൽക്കാൻ കഴിയാത്തത്? അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. വെള്ളടിക്കുന്നവൻ വെള്ളമടി നിർത്താൻ തീരുമാനിക്കുന്നു, പുകവലിക്കുന്നവൻ പുകവലി നിർത്താൻ തീരുമാനിക്കുന്നു. പക്ഷേ അവന്റെ വെള്ളമടിക്കുന്ന കൂട്ടുകാരെ ഒഴിവാക്കാനോ പുകവലിക്കുന്ന കൂട്ടുകാരെ ഒഴിവാക്കാനോ തീരുമാനിച്ചിട്ടില്ല. ആ ഒറ്റ കാരണം കൊണ്ട് ഈ നിർത്തിയവരെ ഈ കുടിക്കുന്നവരും വലിക്കുന്നവരും വല്ലാണ്ട് ഇൻസ്പയർ ഉണ്ട്. അങ്ങനെ അവർ പലതവണ പറയുന്ന സമയത്ത് ഇവരുടെ തീരുമാനം മാറും. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള കൂട്ടുകാരെ മാറ്റി പിടിക്കണം. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, മാറി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ട് മാത്രം കാര്യമില്ല. ഇപ്പോഴുള്ള കൂട്ടുകാരുടെ തീരുമാനിക്കണം. ഇപ്പോഴുള്ള കൂട്ടുകാരാ, നിങ്ങളെ 4 കൂട്ടുകാരെ പേര് പറഞ്ഞാൽ നിങ്ങളാരെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ 4 കൂട്ടുകാരെ സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ടാണ് ആ കൂട്ടുന്നത്. പച്ചവടാത്ത കുറെ എണ്ണം കഴിക്കണം. അവരിൽ നിന്ന് മാറി പുതിയ കൂട്ടുകാരിലേക്ക് മാറിയാൽ മാത്രമേ പുതിയ തീരുമാനം ഒപ്പം പറ്റുള്ളൂ. അതുകൊണ്ടാണ് മദ്യപാനികള് അവരുടെ കൂട്ടുകാരെ മാറ്റാത്തതുകൊണ്ട് ആ കൂട്ടുകാരെ പിന്നെ ദിവസവും മദ്യപിക്കും, പുകവലിക്കും. ആ കൂട്ടുകാരെ മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ വലിക്കാത്തവരിലേക്ക്, കുടിക്കാത്തവരിലേക്ക്, സക്സസ് ആകാൻ വേണ്ടി ഓടുന്നവരിലേക്ക് ഒരു മാറ്റത്തിന് തയ്യാറായാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവാം. ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് ഈ മുഴുവൻ ആളുകളും ജീവിതത്തിൽ സക്സസ് ആകാൻ വേണ്ടി ഓടുന്ന ഒരു കൂട്ടം ആളുകളാണ്. ആ കൂട്ടുകാരെ മുഴുവൻ പിടിച്ചുകൂടുക. ആരെങ്കിലും ക്ഷണിച്ചത്, നിങ്ങളെ ഈ പ്രോഗ്രാമിൽ കേൾക്കാൻ വേണ്ടി ക്ഷണിച്ചവരുണ്ടല്ലോ, ആ ക്ഷണിച്ചവൻ രക്ഷപ്പെടാൻ വേണ്ടി തീരുമാനിച്ച് വിജയിക്കാൻ കൂടെ കൂട്ടുകാരെ കൈപിടിച്ചു വരാം. അവരെ കൂടെ നിങ്ങൾ കൈപിടിച്ചാൽ തീർച്ചയായും വിജയിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും തീരുമാനം 1-2 ദിവസം കൊണ്ട് മാറ്റും. നാട്ടുകാർ നിങ്ങളെ കളിയാക്കി ചിരിപ്പിച്ച് നിങ്ങളെ പിന്നോട്ട് ലഭിക്കും. ഇന്ന് ഇവിടെ പ്രോഗ്രാം ഉത്സാഹം ചെയ്യണം. അത് ശരി, ഇത്തരത്തിലാണ് ഒരു മാറ്റം ഉണ്ടായിട്ടില്ലേ, ആഴ്ചയിൽ 2 പത്രങ്ങളില്ലേ, കാലം കിട്ടിയിട്ടില്ലേ, വലിയ നേട്ടം ഉണ്ടായിട്ടില്ലേ, എന്നിട്ട് ഞാൻ ചെയ്യാൻ തീരുമാനിക്കരുത്. ഇന്ന് ഇവിടുന്ന് ഉറച്ച തീരുമാനം എടുത്ത് ഇന്ന് വീട്ടിൽ ചെന്ന് മാമ നിങ്ങൾ മൈലേജ് ഇടുണ്ടോ, രക്ഷപ്പെട്ടോ, കഴിഞ്ഞില്ല. അടുത്ത അയൽവാസിനോട് എടാ ഗംഭീര പരിപാടി എടുത്തല്ലേ, MILCL മാർക്കറ്റിംഗ്, നീ ഇപ്പൊ കേട്ടതാ, ഞാനൊക്കെ എന്തോ കണ്ടിരുന്നു, കഴിഞ്ഞില്ല. അനിയത്തിന്റെ ചേട്ടനെ ആരോ ബന്ധുവിനെ വിളിച്ച് എടാ MILCL മാർക്കറ്റ് ഒരു ഉഗ്രൻ ഓപ്പർച്യൂണിറ്റി, ഈ എന്റെ കൂടെ കൊടുക്കോ, എങ്ങനെ അപ്പൊ നമ്മള് കുടിക്കുക. ഈ 4 പേരോട് പറയുന്നത് ഗ്യാസ് പോകും. അവരൊക്കെ പിന്നോട്ട് വലിക്കും. നിങ്ങളെ പിന്നോട്ട് വലിക്കാതെ നിങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഇങ്ങോട്ട് കൈപിടിച്ചു കൊണ്ടുപോകാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവരുടെ മേലെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ പിന്നോട്ട്
പിന്നോട്ട് വലിക്കുന്ന ശക്തികളൊന്ന് മാറ്റി പിടിച്ചാൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാം. സത്യം പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നവர்கள் ഏറ്റവും കൂട്ടമായി നടക്കും. അങ്ങനെ കൂട്ടമായി നടന്നാൽ മാത്രമേ എനർജി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നാട്ടുകാർ നെഗറ്റീവ് പോലെ നശിപ്പിച്ചു കളയും. പ്രത്യേകിച്ച് ചെയ്യാൻ അവൻ കൂടി മാത്രം മതി. ഞാൻ മതവും രാഷ്ട്രീയം ഒന്നും ഒരിക്കലും ബി.ജെ.പി പറയാറില്ല. അതിന്റെ പോസിറ്റീവ് സെൻസ് മാത്രം എടുത്താൽ മതി. പഴയ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ, ക്രൂഷ്യയുടെ കാലഘട്ടത്തിൽ അവിടെ പാർട്ടി മീറ്റിംഗ് നടക്കുന്നു. റഷ്യയുടെ തലപ്പ് രാജ്യമായതുകൊണ്ട് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് രാത്രികാല മീറ്റിംഗ് നടക്കുമ്പോൾ നടുക്ക് കരലിട്ട് കത്തിച്ചതിന് ചുറ്റും കൂടിയ മീറ്റിംഗ് നടത്തുക, ഒരു പാർട്ടി മീറ്റിംഗ് നടത്തുക. നല്ല നടക്കില്ല, ഇവിടെ കരൽ കത്തിച്ച് സ്കൂൾ കിട്ടും. അപ്പോൾ അതിനകത്ത് നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഏറ്റവും നല്ല അവളും ബോധമുള്ള അവരുടെ സഖാവ് കോമ്രേഡ് കഴിഞ്ഞ 2-3 ആഴ്ചയിൽ മീറ്റിംഗ് നടക്കുന്നു. അവിടെ മീറ്റിംഗ് വന്നിട്ടില്ല. അപ്പൊ ആ പാർട്ടിയുടെ സ്വഭാവം അനുസരിച്ച് അതിന് ഫോക്കസ് കൊടുത്തു, കാരണം കാണിക്കുന്ന നോട്ടീസ്. എന്തുകൊണ്ടാണ് ഇത് 3 മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്? അടുത്ത മീറ്റിംഗിൽ പങ്കെടുത്തോട് വിശദീകരണം തരണം. അങ്ങനെയാണ് അത് ഇന്ത്യയിൽ അങ്ങനെയല്ല പാർട്ടിയുടെ സ്വഭാവം. അപ്പോ ആ കത്ത് കിട്ടിയ സഖാവ് 3 മീറ്റിംഗിൽ പങ്കെടുക്കാത്ത കാരണം പറയാൻ വേണ്ടി അടുത്ത മീറ്റിംഗിൽ കത്ത് വിടുന്നത്. വട്ടം കൂടിയിരുന്ന മീറ്റിംഗ് തുടങ്ങി. പാർട്ടി സെക്രട്ടറി കുറിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ 3 യോഗത്തിൽ പങ്കെടുത്തത്? അതിന് വിശദീകരണം തന്നതിന് ശേഷം വേണോ അടുത്ത മീറ്റിംഗിലേക്ക് പോകരുത്. അതുപോലെ എന്തൊരു 21 കാരണമൊന്നുമില്ല. ഞാനിപ്പോ മീറ്റിംഗ് വരാത്തതുകൊണ്ട് ഞാൻ പാർട്ടി പോറൊന്നുമില്ല. ഞാൻ ഒറ്റ കുറിച്ച് ഞാൻ ഇഷ്ടംപോലെ പുസ്തകം വായിക്കുന്നവരാ. ഞാൻ മീറ്റിംഗിന് വന്നില്ലെങ്കിലും എനിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് തന്നെ ഉണ്ടാവും. അയാൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി സ്വഭാവം വെച്ച് മറ്റുള്ള ആൾക്കും അയാളെ കുറിച്ച് അഭിപ്രായം പറയാം. അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞാൽ പോലും മനസ്സിലാക്കി പറയും. ഓരോരുത്തർ അഭിപ്രായം പറയുന്നതിന് മുമ്പേ ഈ കത്തിക്കൊണ്ട് നിൽക്കുന്ന കരൽക്കട്ടയ്ക്കകത്തുള്ള ഏറ്റവും വലിയ കരൽക്കട്ടയെ ക്രൂഷ്യൽ 2 വടി കൊണ്ട് തോട്ടി പുറത്തേക്ക് മലയിലേക്ക് പുലിലേക്ക് അപ്പത്തെ മാറ്റിയിട്ട് എന്നിട്ട് ഇയാളെ കുറിച്ച് ബാക്കിയാണെന്ന് പറയുന്നത് അങ്ങനെ സംഭവം പറയാൻ പാടില്ല. നിങ്ങൾ നിർബന്ധമായിട്ട് എല്ലാ യോഗത്തിൽ പോലെ നിങ്ങൾ പറയാം ഭയങ്കര ആവേശമാണ് ഞങ്ങളെ, നിങ്ങളിലേക്ക് ഈ പാർട്ടിയില്ല, ഇയാൾ എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും സംസാരിച്ചതിന് ശേഷം അടുത്ത മറുപടി പറയാനാണ് ക്രൂഷ്യവ്. ആ മറുപടി പറയാൻ പോകുന്ന സമയത്ത് ക്രൂഷ്യവ് ആ സഖാവോട് പറഞ്ഞു, നേരത്തെ ഈ കൂട്ടത്തിൽ ഏറ്റവും നന്നായി കത്തിക്കൊണ്ടിരുന്ന കൽക്കട്ടയില്ലേ, ആ കൽക്കട്ടയെ ഞാൻ കുറച്ചു സമയമായി ഈ കൂട്ടത്തിൽ മാറ്റി അങ്ങോട്ടുണ്ട്. നിങ്ങളിപ്പോ അതിന്റെ അവസ്ഥ നോക്ക്. ഈ കൂട്ടത്തിൽ സമയത്ത് ഏറ്റവും മനോഹരമായി കത്തിക്കൊണ്ടിരുന്ന കൽക്കട്ട ഇപ്പൊ ഏറ്റവും വലിയ കരിക്കട്ടയെ പറയുന്നത്. ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ മാറി അപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും വലിയ നെഗറ്റീവ് പറയും. എന്താ നമ്മുടെ സാധ്യത ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് ഒന്നും പറയാൻ ആളുകളാണ് നമ്മളെ ലീഡ് ചെയ്യാൻ പോകുന്നത്. അവരുടെ ഭാഷയിൽ ഇത് ആളെ പിടിക്കാണ്, ചങ്ങ തിരക്കാണ്, ചങ്ങ പൊട്ടലാണ്, ആത്മതൊഴിലാണ്, പിന്നെ പൊട്ടലാണ്. ഇതൊക്കെ നാട്ടിലായി പറയോ? ഇത് നന്നായി സംസാരിക്കുന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ നാട്ടിൽ പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ABC ഇവർക്ക് അറിയില്ല. ഇവരാകെ കണ്ടത് മണി ചെയ്യാൻ മാത്രം. അവിടെ പൈസ വാങ്ങി കമ്പനി ചെയ്യാൻ ലാഭം കിട്ടുക, ആളെ ചേർത്ത് ഇപ്പോൾ തന്റെ വരുമാനം കൊടുക്കുക, എത്ര കമ്പനി കൂട്ടിയോ അതിനുള്ള പൈസ കൊടുക്കും. ഇത് പക്ക കച്ചവടമാണ്. ഈ കച്ചവടത്തിനകത്ത് ഒന്നാമത്തെ നയം മുടക്കുന്ന പൈസയ്ക്ക് മൂല്യം കൊണ്ട് ഉൽപ്പന്നം കൊടുക്കണം. അതാ ഇത് സർക്കാർ തീരുമാനിക്കുകയാണ്. മുടക്കുന്ന പൈസയ്ക്ക് മൂല്യം കൊണ്ട് ഉൽപ്പന്നം കൊടുക്കണം. 2 വാങ്ങി വിൽക്കുന്നവര് ഈ ഉൽപ്പന്നം വാങ്ങിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളല്ല. ഒരുപക്ഷെ വരുമാനം ഉണ്ടാക്കി വരുന്ന ആളാണെങ്കിൽ അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുകയാണെങ്കിൽ അവർ മാന്യമായി വരുമാനിക്കണം. നമ്മുടെ ഈ നാട്ടിലെ ഈ ടൗണിലുള്ള മുഴുവൻ കച്ചവടക്കാരും എവിടുന്നോ ഹോൾസെയിൽ ഉൽപ്പന്നം വാങ്ങി MRP വിൽക്കുന്നവരാ. അതേപോലെ ഞാൻ നിങ്ങൾ എഴുതിപ്പോ നിങ്ങളുടെ നാട്ടിലോ നമ്മുടെ ഗോഡൌണിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാന്യമായി ലാഭം കിട്ടും. ഈ നിങ്ങൾ ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്കൊന്ന് കച്ചവടം ചെയ്യിച്ചാൽ നിങ്ങൾ വഴിയാണ് ആ കച്ചവടം നടന്നത് രേഖപ്പെടുത്തിയ ഒരു സംവിധാനം നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വഴി കമ്പനി ടേൺ വർദ്ധിച്ചു. കമ്പനി നയാ പൈസ പരസ്പരം കൊടുക്കുന്നില്ല, നയാ പൈസ ഇടവേക്കാർക്ക് വേറെ കൊടുക്കുന്നില്ല. ആ തുക എനിക്ക് നിങ്ങൾക്ക് കൃത്യമായി ഡീൽ ചെയ്തു. ഒരാഴ്ചയിൽ 450 രൂപ മുതൽ 2,10,000 വരെ കൊടുക്കാവുന്ന ഒരു പ്ലാൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ എത്രയ്ക്ക് അർഹനാണോ അത്രയും കമ്പനി തരും. ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് കൊടുത്ത ഹോട്ടലിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന കൊടുത്ത സിനിമ ആളുകളുണ്ട്. ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ടെക്സ്റ്റൈൽസുകളുണ്ട്. ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ജ്വല്ലറിമാരുണ്ട്. പക്ഷേ അവിടെ നമ്മൾ പറഞ്ഞിട്ട് കാണുന്നത് ഇന്ന് വരെ ഒരു നയ പൈസ നമുക്ക് കമ്മീഷൻ തന്നിട്ടില്ല. കാരണം അതൊന്ന് രേഖപ്പെടുത്തിയുള്ള സംവിധാനം ഇല്ല. എന്നാൽ ഇവിടെ ഒരു സംവിധാനം ഉണ്ട്. ഇത് ആപ്ലിക്കേഷൻ ചെയ്യുന്ന ബിസിനസ്സാ, ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ സാങ്കേതിക ബിസിനസ്സാ. അത് രേഖപ്പെടുത്തിക്കൊണ്ട് തത്തുല്യമായി വരുമാനം കിട്ടും.
അങ്ങനെ നിങ്ങൾ കുറെ പേരെ പരിചയപ്പെടുത്തി അവരുടെ ബിസിനസ് വളർന്നുവല്ലായി ഒരു പക്ഷേ നിങ്ങൾ 10 ദിവസം കിടന്നു പോകുന്ന സാഹചര്യം വന്നാൽ, ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം വന്നാൽ, ആ സമയത്തും നമ്മൾ ഉണ്ടാക്കി വെച്ച ടീം നടത്തുന്ന കച്ചവടത്തിന്റെ 4% കമ്പനി വായിച്ചിട്ടു. അത് ഓരോ ആഴ്ച നമുക്ക് അയച്ചു തരും. 10 ദിവസം കിടന്നു പോകുമ്പോൾ വരുമാനം കിട്ടും. ഇത് നിങ്ങൾ വലിയ ബിസിനസ് ഡെവലപ്പ് ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ട് വലിയ ബിസിനസ് ഡെവലപ്പ് ചെയ്തു. നാളെ ഈ മണ്ണിൽ ഞാൻ നിങ്ങൾ പോയേ പറ്റുള്ളൂ. നമുക്ക് മുമ്പേ പോയി കഴിക്കും. ഇതേപോലെ ഞാൻ നിങ്ങൾ ഈ മണ്ണിൽ പോകുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഈ ഐഡിയ ഈ ടീം ഉണ്ടല്ലോ, ആ ടീമുണ്ടാക്കുന്ന ടേൺ ഓവറിന്റെ ഇൻകം നിങ്ങൾ ആരെയാണോ നോമിനെ ചൂണ്ടിക്കാണിച്ചു പോയത് അവർക്ക് കമ്പനി കൊടുക്കും. ആഴ്ച 2-10 കണ്ടിന്യൂസ് ആയി വാങ്ങുന്ന സമയത്ത് ഈ ബിസിനസ് ഈ ലോകത്തെ വിട്ടുപോയ ചില ലീഡേഴ്സ് നമ്മളുണ്ട്. പുതിയ ആൾക്കാർ ലീഡേഴ്സ് ഉണ്ട്. ഷീലൻ സാറുണ്ട്, അശോക് സാറുണ്ട്, ഒരുപാട് ലീഡേഴ്സ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അവരൊക്കെ ഭാര്യമാർക്ക് ആ കമ്പനി അന്ന് അവർ കൊടുത്ത് അതേ വരുമാനം അവരുടെ ഭാര്യമാർക്ക് കൊടുത്തു കൊടുക്കുന്നു. നാളെ ഭാര്യയുമായി വിട്ടു പോകുമ്പോ മക്കളെ ചൂണ്ടിക്കാട്ടിയെങ്കിൽ മക്കളുടെ വരുമാനം കൊടുക്കും. ഇതിനേക്കാൾ മികച്ച ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എവിടെ വേറെ കണ്ടിട്ടുണ്ട്? ഇത് നാട്ടുകാരില്ല, നാട്ടുകാർക്ക് ചങ്ങല ചേർക്കല, കണ്ണി ചേർക്കല, ആളെ ചേർക്കല, പ്രലോഭിക്കലാണ്, പിടിച്ചു പറക്കലാണ്, എളുപ്പത്തിൽ കോടീശ്വരന്മാരാണ്, പണം അടക്കാനുള്ള കുറുക്കുഴിയാണ്. പക്ഷെ നിങ്ങളൊന്ന് പഠിച്ചാൽ ഇതിനേക്കാൾ മികച്ച ഓപ്പർച്യൂണിറ്റി വേറെയുണ്ട്. മുടക്കുന്ന പൈസയും മൂല്യം ഉൽപ്പന്നം വാങ്ങിച്ച മാന്യമായ ലാഭം നിങ്ങൾ ആളുകൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഉണ്ടാകുന്ന ടേൺ ഓവർ വരുമാനം നിങ്ങൾക്കും ജനറേഷൻ കമ്പനി കൊടുക്കാൻ പറയണം. ഹലോ, ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോഴുള്ള കൂട്ടുകാരെ ഇട്ടിട്ട് ഇപ്പൊ കൊണ്ടുവന്ന കൂട്ടുകാരെ കൈ നിന്ന് പിടിച്ചുകൂടെ? ഇപ്പോഴുള്ള കൂട്ടുകാരെ പിടിക്കാതെ പോകുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് സ്മോൾ എല്ലാത്തിലൊക്കെ ഉണ്ടാവും. എന്തോ ആട്ടെ, ഇന്ന് കഴിഞ്ഞ നാളെ ഈ കൈകളുടെ അതേ അവസ്ഥ മാത്രമേ ഉണ്ടാകുള്ളൂ. കാരണം ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആ കൂട്ടുകാർക്ക് സംഭവിക്കില്ല. പുതിയ ആളൊക്കെ ഞാൻ കഥ പറയാൻ പെട്ടെന്ന് മനസ്സിലാവും. അതായത് കോഴിക്കോട് ബീച്ചിലുള്ള 3 കൂട്ടുകാരെ നടന്നു കൂടും. കടലിൽ കുറിച്ച് നടന്നു പോകുന്ന സമയത്താണ് കടലിൽ നിന്ന് ഭയങ്കര തിര പുറത്തേക്ക് അടിച്ചപ്പോ ഒരു പാത്രം പുറത്തേക്ക് വന്നത്. ഒരുത്തൻ ചാടി കയറിയിട്ട് തുറന്നു നോക്കിയപ്പോ അത് ആദ്യം പുക വന്നു, പിന്നെ ഒരു ഭൂതം വന്നു. ഭൂതം പറയണേ, എന്നെ ഒരു ദുർമന്ത്രവാദി ഈ പാത്രത്തിലാക്കി കടലിൽ തള്ളി 6 മാസം അലഞ്ഞു നടക്കായിരുന്നു. എന്നെ രക്ഷപ്പെട്ടു. 3 ആളും താങ്ക് യു വെരി മച്ച്. വെറും നന്ദിയിൽ ഒതുക്കുന്നില്ല. നിങ്ങൾക്ക് എന്ത് വരം വേണം ചോദിച്ചോ, ഒരു വരം ഓരോരുത്തരും ഞാൻ തന്നേക്കാം. ഒന്നാമത്തോട് ചോദിച്ചു നിനക്കെന്താ വേണ്ടത്? പെട്ടെന്ന് ചോദ്യമില്ല, ആലോചിക്കാൻ സമയം കിട്ടില്ല. പക്ഷെ ഒറ്റ വാക്ക് ഉത്തരം പറയും, എനിക്കൊരു സുന്ദരിയെ ഭാര്യ കിട്ടാൻ മതി. കാരണം മലബാറിൽ പെണ്ണ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. സർക്കാർ ജോലിയുടെ പെണ്ണ് കിട്ടുള്ളൂ. അവരൊരു സുന്ദരിയെ ഭാര്യ കിട്ടാൻ മതി. അപ്പൊ ബോധം ചോദിച്ചിട്ട് അത്ര മതി എന്തെങ്കിലും കുട്ടി പറഞ്ഞോളൂ. അപ്പൊ മുമ്പ് പറയട്ടെ, എനിക്കൊരു സുന്ദരിയെ ഭാര്യ വേണോ, ഇഷ്ടംപോലെ കാശ് വേണോ, വലിയൊരു ബംഗ്ലാവ് വേണോ, അമേരിക്കയിലായിക്കോട്ടെ. ഒറ്റ ശാസ്ത്രത്തില് ഭൂതം ആയിക്കോട്ടെ പൊയ്ക്കോ. നല്ല സുന്ദരിയെ ഭാര്യ കൊണ്ട് നേരെ അമേരിക്കയിലേക്ക് വമ്പ സെറ്റപ്പ് ബംഗ്ലാവ് ഇഷ്ടംപോലെ കാശ്. രണ്ടാമത് നിരക്കേണ്ട വേണ്ടത് ഒത്തിരി കേജി വെച്ച് ഓമ്പറയ്ക്ക് സുന്ദരിയെ ഭാര്യ വേണം, ഇഷ്ടംപോലെ കാശ് വേണം, വലിയ ബംഗ്ലാവ് വേണം. അത് മാത്രമല്ല ഞങ്ങൾ പരിഹരിക്കാൻ 7 സുന്ദരിമാരെ തോഴിമാർ വേറെ വേണം. താമസം അമേരിക്കയിൽ വേണ്ട, അടുത്തുണ്ടല്ലോ, ഇങ്ങനെ സ്വിറ്റ്സർലൻഡിലായിക്കോട്ടെ. ഭാര്യ 7 തോഴിമാരും ഇഷ്ടംപോലെ കാശ് വാങ്ങിച്ച സ്വിറ്റ്സർലൻഡിലേക്ക്. മൂന്നാമത്തോട് നിരക്കതാ വേണ്ടത്. ഓമ്പറയ്ക്ക് ഒന്നും വേണ്ട, ഇപ്പൊ പോയ 2 ആൾക്കാർ അതേപോലെ തിരിച്ചു കൊടുക്കണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്ന് നല്ല സ്വപ്നങ്ങൾ കണ്ടുപോയ എങ്ങനെ പണ്ടത്തെ ആളാക്കി മാറ്റാൻ എങ്ങനെ കൂട്ടുകാരുണ്ടാവുള്ളൂ. ഓനെ പിടിവിട്ടോ, ഇന്ന് കൈ പിടിച്ചോ, കയ്യിൽ മുട്ട പിടിച്ചോ, ഓൻ എവിടെയെങ്കിലും എത്തിക്കും. ഒക്കെ എന്തോ തർക്കമില്ല. ഇന്നലെ ആദ്യമായി കൈ പിടിച്ച സമയത്ത് കൊതുകി ഓടിയവരും വരാത്തവരും കുറ്റം പറഞ്ഞവരൊക്കെ ഉണ്ടല്ല. ഇന്ന് സ്റ്റേജിൽ കയറി വന്നിട്ട് എന്നെ ഈ ബിസിലേക്ക് പരിചയപ്പെടുത്തിയ എന്റെ ഗ്രേറ്റ് ലീഡർക്ക് നന്ദി പറഞ്ഞുകൊടുക്കുകയാണ്. പറഞ്ഞില്ലേ, എന്റെ ബിസിലേക്ക് കൊടുത്തത് സിറ്റി ലീഡർ എന്നെ വെല്ലിസാ കൊണ്ടുവന്നു. അവന്റെ വീട്ടിൽ പോയി പ്ലാൻ പറഞ്ഞ ഭാവം നിങ്ങൾ കാണിക്കും. മുഖം വെച്ചിട്ട് പറയുന്നൊക്കെ കളിയും കൊണ്ടുപോയി കുട്ടിക്കാരുടെ ഇതൊന്നും നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ട് സഹിച്ചു നിന്ന് സാധാരണ സ്വഭാവം ചില സഹിക്കൂല, പക്ഷെ ഇവിടെ സഹിച്ചേ പറ്റൂ. ഹലോ, അന്ന് സഹിച്ചല്ല. ഇന്നിപ്പോ എല്ലാ സ്റ്റേജിൽ ഗ്രൂപ്പ് പറയാണ് എന്നെ ബിസിനസ് കൊടുത്തത് വെല്ലിസാണ്. അത് സുഖമല്ല. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ഇവരൊന്നും ഇഷ്ടപ്പെട്ട് വന്നവരല്ല, ഇവരെ കഷ്ടപ്പെട്ട് കൊണ്ടുപോകാം.
ഇതേപോലെ നിങ്ങൾ കൈ പിടിച്ചോല് നിങ്ങൾ കേൾപ്പിച്ചില്ലേ വിട്ടു കളയണ്ട. ഇതൊന്ന് ശരിയായി കിട്ടാൻ സമയം എടുക്കും. ഈ കൂട്ടത്തിൽ കൂടെ ശരിയായി കിട്ടാൻ സമയം എടുക്കും. അതുവരെ വിടാതെ പിടിച്ചോളുക. ഇവിടെ സ്ഥിരമായി വരുമാനം കളിക്കാനല്ല. പിന്നെ നിങ്ങൾ മീറ്റിംഗിന് വന്നില്ലെങ്കിലും ആളുകളെ ഉണ്ടാവും. ആളുകളോട് പുറകെ ലഭിക്കും. ഇത് ശരിയാണ് സത്യസമമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവനെ വെറുതെ നിൽക്കില്ല. അങ്ങനെ വെറുതെ നിൽക്കാത്ത രണ്ടെണ്ണം, ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റും വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ട് പിന്നെ നിങ്ങൾ വെറുതെ നിന്നാൽ കുഴപ്പമില്ല. ഹലോ, ആഴ്ചയിൽ 2-10 ഉണ്ടാക്കുന്ന രണ്ടെണ്ണം ലെഫ്റ്റ് ആയിക്കോട്ടെ പോലെ. തൊട്ട് മുമ്പ് സംസാരിച്ച് പോയ സുബീർ സാർ ആഴ്ചയിൽ 2-10 വാങ്ങിയ ITC ഒരു സൈഡിൽ, മറ്റേ ഭാഗത്ത് ബിജു സാർ ശൈലേഷ് സാർ ITC. പിന്നെ ഞാൻ വെറുതെ നിന്നാ പോലെ. പണ്ട് ചെറിയ കുട്ടികൾ ചോദിക്കില്ലേ, നമ്മളിങ്ങനെ ഉരുട്ടടയിൽ നടന്നു പോകുന്ന സമയത്ത് മുമ്പിൽ പുലി ചാടിയോളൂ, നീ എന്ത് ചെയ്യും, ഞാൻ തിരിഞ്ഞോളൂ, അപ്പൊ ഇവിടുത്തെ പുലി ചാടിയോളൂ എന്ത് ചെയ്യും? പിന്നെ നമ്മളൊന്നും ചെയ്യണം, നിന്ന് കൊടുത്താൽ മതി, ചെയ്യാതെ പുലികൾ ചെയ്യുന്നു. അങ്ങനെ ലക്ഷം തയ്ക്കുന്നുണ്ട് പുലിയുണ്ട്, ഞാൻ നിന്നാ മതി. ഹലോ, ഇത്ര കേടാത്തുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊന്നുമില്ല. ചില ആളുകൾ പഠിക്കാനുണ്ട്. എന്ത് പഠിക്കേ? മുടക്കുന്ന പൈസ മൂല്യമുള്ള ഉൽപ്പന്നം അത്രയും കാലം കടയിൽ കൊടുത്ത് പൈസ സാധനമില്ലേ, അതുപോലെ കിട്ടുന്നു. രണ്ടിന് വാങ്ങി വിട്ടാൽ പൈസ കിട്ടും, വാങ്ങി കിട്ടില്ലേ, അതുപോലെ കിട്ടുന്നു. ആളുകൾ ഇൻട്രസ്റ്റ് കഴിഞ്ഞില്ലെങ്കിൽ അവർ ചെയ്ത 4 ശതമാനം കിട്ടുമോ? ഇത്രയും പഠിക്കാനുള്ളൂ. മാമേ പറഞ്ഞ അസാമലേക്ക് വലിയ കുറിച്ച് പഠിച്ച് പഠിക്കാനില്ല. പിന്നെ അന്ന് അച്ഛൻ വരെ പഠിച്ചിട്ടാണെങ്കിൽ ഹലോ കാലമുറേ പോവും. സാറിന് തുടക്കത്തിൽ വിളിച്ചപ്പോൾ ഞാൻ കയറിയില്ല, എല്ലാത്തിനും ഒരു സമയമുണ്ട്, വൈകി പോയത്. ഹലോ, ഇന്ന് സംസാരമല്ലോ, ഇത് 5 കൊല്ലവും പറയുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അതാണ് ഈ പഠിക്കട്ടെ പറഞ്ഞു. എല്ലാത്തിനും സമയമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കും കൂടെ പറയണത് ഇന്ന് സമയം കളയുന്നതാ. അതായത് ഒരു ദിവസവും മഞ്ചേരിയിൽ മൊയ്തോയോ വലിയൊരു പൈസക്കാരുണ്ട്. മുമ്പ് ഗൾഫിൽ ബിസിനസ്സുകളാണ്. 30 ദിവസം ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ബോംബെ നടത്തുന്ന ഫ്ലൈറ്റ്, ബോംബെയിലെ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മെസ്സേജ് വന്നു, ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു. അരമണിക്കൂർ സമയം വെറുതെ പോക്കുക, ഇരുന്ന് ബോറടിക്കുന്നത്. ആള് വെറുതെ കരടിറങ്ങി എയർപോർട്ടിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരാളെ പോയി നോക്കിയ സമയത്ത് അവിടെ ഒരു യന്ത്ര മനുഷ്യൻ കുറെ ആൾ കിട്ടുമോ എന്താ സംഭവം പോയി നോക്കിയ സമയത്ത് അവിടെ പറയാണ്, അവിടെ യന്ത്ര മനുഷ്യന്റെ അവിടെ ഇയർഫോൺ ഉണ്ട്, അത് നമ്മൾ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ, ഹെഡ്ഫോൺ ഉണ്ട്, അത് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭാവി പ്രവചിക്കുന്നു. എനിക്ക് എന്താ മനുഷ്യൻ പറയുന്നത്, ഒരു ടൈം പാസ് എത്ര പൈസയാ? ഒരു പറഞ്ഞ് 500 രൂപ. 500 രൂപയോ? ഇതൊക്കെ മഞ്ചേരിയിൽ 50 രൂപ കേസല്ലേ ഉള്ളൂ, ഇതിൽ 500 രൂപ കൂടുതലാണ്. അപ്പൊ അയാൾ പറഞ്ഞു, മഞ്ചേരിയിലൊക്കെ അതാണ് കേസുണ്ട്, അത് ഇങ്ങനെ ആളോട് മാറി പറയുകയും ചെയ്യും. അതല്ല, ഇത് ശരിക്കും പറയും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ 5 രൂപ പോയി അത് പൊളി. അപ്പോ വിഷയം നിങ്ങളെ പരിചയപ്പെടുത്തും. നിങ്ങളുടെ പേര് സ്ഥലവും പരിചയപ്പെടുത്തി നിങ്ങൾ മനസ്സിലാവില്ലോ, നിങ്ങൾ കറക്കാണെന്നുള്ളത് അതിന് ബോധ്യപ്പെടുന്നെങ്കിൽ പിന്നെ 5 തന്നാൽ മതി. അത് തരക്കില്ല. 5 രൂപ പോയി അങ്ങോട്ട് ഹെഡ്ഫോൺ വെച്ച് നോക്കി. അപ്പൊ ആ യന്ത്ര മനുഷ്യൻ പറയുന്നത്, നിങ്ങളുടെ പേര് പോയിട്ട് നിങ്ങൾ മഞ്ചേരി സ്വദേശിയാണ്, നിങ്ങൾ ബോംബെ സൗദി പോകുന്നു. കറക്റ്റ്. അത് പറഞ്ഞു 10 അതെ എന്നോട് അത് പറഞ്ഞു. ഈ ചെറിയൊരു സംശയമുണ്ട്. സംശയം തീരില്ല. ഇയാൾ അങ്ങോട്ട് പോയിട്ട് മുടി ഒന്ന് മാറ്റി, തലക്കെട്ട് മാറ്റി കെട്ടി, ഒരു കണ്ണൊക്കെ വെച്ച് ഒറ്റ കൊടുത്ത് പിന്നെ 5 രൂപ ഇട്ട് പിന്നെ എത്തിച്ച് കൊടുക്കുന്നു. അന്നും പറയണേ, നിങ്ങളുടെ പേര് വിളിച്ച് മഞ്ചേരി സ്വദേശിയാണ്, ബോംബെ സൗദിക്ക് പോകുന്നത്. പിന്നെ അതിന് പറയണോ? പിന്നെ സംശയത്തില്ല. മൂപ്പറൊന്ന് പുറത്തു വെച്ച് അങ്ങോട്ട് നന്നായി ക്ലീൻ ഷേവ് ചെയ്ത് ഒരു പർദ്ദ വാങ്ങിച്ച് അതുകൊണ്ട് വീട്ടിൽ പോയി ഭാര്യ കൊടുത്ത് കണ്ണാശി മിഷനെ പഠിച്ചേ ഞാൻ പോകുള്ളൂ. അങ്ങനെ ആരുടെ കളി, മൊയ്തേരുടെ കളി, മൂപ്പര് പർദ്ദ ചെയ്ത് 5 രൂപ ഇട്ട്. അപ്പൊ മിഷൻ പറഞ്ഞ മൊയ്തേരി ഞെട്ടി. മിഷൻ പറയണത്, നിങ്ങളുടെ പേര് മൊയ്തേജി, മഞ്ചേരി സ്വദേശിയാണ്, ബോംബെയിൽ സൗദിക്ക് പോകുന്നത്, പക്ഷെ നിങ്ങളുടെ ഫ്ലൈറ്റ് പോയിട്ട് ആരാണ് ഫ്ലൈറ്റ് പോയിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഈ അവസരം നഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് വേറൊരു കിട്ടും. ഇതൊരിക്കലും നഷ്ടപ്പെടൂല, അത് വേറൊന്നും കയറും. അന്ന് ഞാൻ വേറൊന്നായിരുന്നു പറഞ്ഞ് നെഞ്ഞത്തെ കൈവശം ഒരു കാര്യമില്ല. അതിന് ഇന്നടിക്കണം. ഹലോ, ലീഡറോട് പറഞ്ഞ ഇപ്പൊ അടിച്ചോളൂ. ഫസ്റ്റ് ചെയ്യേണ്ടത് നഷ്ടപ്പെടുന്നത്. എന്നിട്ട് നാളെ മുതൽ 1-ാം തീയതി മുതൽ ഒരു മാറ്റം ആഗ്രഹിച്ചിട്ട് ഒരു പണിക്കിറങ്ങുന്നത്. ആ പണി
നന്നായി 2-3 കൊല്ലം കൂടി ചെയ്യി, അപ്പോഴേക്കും നല്ല വരുമാനം കിട്ടാൻ തുടങ്ങും. അവിടുന്ന് നമ്മൾ വളർന്നു വലുതാവും. ചെറുപ്പത്തിൽ എടുക്കുന്ന പണിക്ക് കൂടുതലായി സുഹൃത്തുക്കളെ ഇപ്പൊ പണി അറിയാത്തോണ്ടാ. നമ്മള് പണ്ടേതോ നമ്മളൊരു മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ മലയാളി രക്ഷപ്പെടുക. ഓ പണ്ടേ പഠിച്ചതെന്താ താറ പറ പാന ഇതല്ലേ പഠിച്ചത്, പിന്നെ എങ്ങനെ രക്ഷപ്പെടാണ്. ഹലോ, അത് പഠിപ്പിച്ചത് പിന്നിൽ രഹസ്യമുണ്ട്. ആ പണിയെടുക്കാൻ രക്ഷപ്പെടാതെ ഞാൻ പറഞ്ഞത്. അതായത് ചെറുപ്പത്തിൽ ആദ്യം നേരിട്ട് തറ എന്ന് എഴുതിപ്പിച്ചത്. കാരണം അന്ന് നമ്മുടെ നാട് മുഴുവൻ കർഷകരാണത്. മണ്ണ് പണിയെടുക്കണം. തറ മീൻസ് മണ്ണ്, പാടം. ആ മണ്ണിൽ മരിച്ച് പണിയെടുത്തോളണം. തറയിൽ പണിയെടുക്കണം. അങ്ങനെ തറയിൽ പണിയെടുത്താൽ പറ കണക്കിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും. അത് പറയിൽ അടയ്ക്കുക. അങ്ങനെ പറ നിറയെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായാൽ അത് വിറ്റാൽ കാശുണ്ടാവും. നിന്റെ പേര് പല പോലെ വരും. അതിനാൽ തറയും പറയും പലയും പഠിപ്പിച്ചു. അതേ പണിയെടുക്കാറില്ല. ആ പണിയെടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വരുമാനം കിട്ടും. നിങ്ങളുടെ കൂടെ ശക്തമായ ടീം ഉണ്ടാവും. നിങ്ങളുടെ പേര് ഈ നാട് വഴി ഇറങ്ങി കിട്ടും. അങ്ങനെ പേരും പ്രശസ്തിയും പണവും നേരത്തെ സാർ പറഞ്ഞ ഇൻഷുറൻസ് സെക്യൂരിറ്റി മേലെ കിട്ടുന്നതിലേക്ക് നയപൈസ മുതൽമുടക്കുന്നത് കയറി വരാൻ കഴിയുമെങ്കിൽ എന്തിന് സംശയിച്ചിരുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ന്യൂ ഇയർ ആഘോഷിക്കണം. നമുക്ക് ഈ വർഷം ന്യൂ ഇയറിലേക്ക് ഒരു ശക്തമായ തീരുമാനവും ശക്തമായ പ്രവൃത്തികളും വേണം. നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ. തീരുമാനം മാത്രം പോരാ, പ്രവൃത്തി വേണം. പ്രവൃത്തി ഇല്ലാത്ത തീരുമാനം കൊണ്ട് ഒരു കുടുംബവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ആരാണോ ക്ഷണിച്ച് അവരുടെ പേര് ഡിജിറ്റൽ കൊടുത്ത് ഒരു ഐഡി ക്രിയേറ്റ് ചെയ്തിട്ട് നാളെ മുതൽ ജനുവരി 1 മുതൽ ഒരു 1-2-3 വർഷക്കാലത്തേക്ക് ശക്തമായി പണിയെടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് നീക്കും ഇന്നലെ ഉണ്ടായ സാമ്പത്തിക പ്രയാസം മുഴുവൻ മാറ്റിയെടുക്കാൻ പറ്റുന്ന എന്റെ തലവര മാറ്റിയെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുടെ കൈ കിട്ടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്